തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വേണുവിന്റെ മരണത്തിൽ പ്രതിപക്ഷ മാർച്ച് നടക്കുന്നു. ചവറ എംഎൽഎയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. യുവജന സംഘടനകളാണ് മാർച്ച് നടത്തുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ചികിത്സാ പിഴവിലെ പരാതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുന്നത്. മരണകാരണം ചികിത്സാ പിഴവാണെന്നുള്ള ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. പക്ഷേ സർക്കാർ അതിൽ എന്ത് ഇടപെടൽ നടത്തിയില്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കൂടിയാണ് തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന സമയത്തിൽ പ്രതിഷേധത്തിന്റെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചവറ എംഎൽഎക്കെതിരെ എന്തിന് മാർച്ച് നടത്തുന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വിശദീകരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ സംഘടനകൾ നൽകേണ്ടതുണ്ട്. ചികിത്സാ പിഴവ് പരാതിയിലാണ് ഇപ്പോൾ വീണ്ടും എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേരുന്നുണ്ട് ലിജോ. ഇപ്പോൾ ഈ വേണുവിന്റെ വിഷയം ഉയർത്തി പ്രതിഷേധിക്കാനുള്ള കാരണം ആരൊക്കെയാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്? ധന്യ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ പൊതുപരിപാടിക്ക് ശേഷം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രവർത്തകർ വീണ്ടും ഒത്തുകൂടുകയും ബാരിക്കേഡ് മറികടക്കാൻ വളരെ കുറച്ച് പോലീസ് സന്നാഹം മാത്രമായിരുന്നു, ഫോഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിയാതെ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ബാരിക്കേഡ് മറികടന്ന് പോലീസിനെ തള്ളിമാറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് എംഎൽഎയുടെ ഓഫീസ്. എംഎൽഎയുടെ ഓഫീസിന്റെ വാതിൽ ഒരു ഘട്ടത്തിൽ തള്ളി തുറക്കാൻ സാധിച്ചു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ കൊടി കൊണ്ടുവച്ചിരിക്കുകയാണ്. RYF-ന്റെ മറ്റും കൊടി ആ പ്രതിഷേധക്കാർ അവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വാതിലിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇവിടെയും നേരത്തെ തന്നെ 3-4 പോലീസുകാരുണ്ടായിരുന്നത് കൊണ്ടാണ് പ്രവർത്തകർ അകത്തേക്ക് കയറാത്തത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പോലീസിന്റെ കൈവിട്ട് അകത്തേക്ക് കയറിയും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ മാർഗം ചെയ്യുമായിരുന്നു. എന്തായാലും പോലീസ് പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം മറികടക്കുകയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് അത് വഴിമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ പ്രവർത്തകർ ഇതിനു മുന്നിൽ, അതായത് ഈ പ്രവർത്തകർ ഏകദേശം 200ഓളം പേരുണ്ടെങ്കിൽ പോലീസുകാരുള്ളത് 25ഓളം പേർ മാത്രമാണ്. ഒരു പ്രവർത്തക ഇപ്പോൾ ഒരു കരിങ്കൊടി കൊണ്ടുവന്നത് MLA ഓഫീസിന് മുകളിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലത്ത് ചവറ MLAയുടെ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വേണുവിന്റെ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി MLA ഒന്നും ചെയ്തില്ല. മാത്രമല്ല ആരോഗ്യ സംവിധാനങ്ങളെ പിന്തുണച്ചുകൊണ്ട് MLA നിൽക്കുകയായിരുന്നു ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രതിഷേധമുണ്ടായത്. ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ബിനു ചുള്ളിയിലാണ്. ബിനു ചുള്ളിയിൽ തന്നെ ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കെടുക്കുക ചെയ്യുന്നുണ്ട്. വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് തീർച്ചയായിട്ടും UDYF-ന്റെ നേതൃത്വത്തിൽ ഇന്ന് സമരമായിരുന്നു. DMA-യുടെ റിപ്പോർട്ട് വന്നിട്ടും വളരെ മോശമായിട്ടാണ് ഇവിടുത്തെ MLA പ്രതികരിച്ചത്. ഗവൺമെന്റ് ന്യായീകരിക്കുകയാണ്. ആ മരണത്തിൽപ്പെട്ട ആളിനെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം മാപ്പ് പറഞ്ഞ് ഈ പറയുന്ന ആ വേണുവിന്റെ കുടുംബത്തിന് സഹായം കിട്ടുന്നവരെ അതിശക്തമായ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അദ്ദേഹം മാപ്പ് പറയണം. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പിൻവലിക്കണം. ഒരാളെ പോലും തല്ലാൻ യൂത്ത് കോൺഗ്രസോ UDYF-ഓ പോയിട്ടില്ല. ഒരു സമാധാനപരമായ മാർച്ചാണ്. ആ മാർച്ചിനെയാണ് ഇവിടുത്തെ പോലീസ് അടിച്ചമർത്തുന്നത്. പിണറായിയുടെ പോലീസ് ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് ഇറങ്ങും, യാതൊരു സംശയം വേണ്ട. അതുതന്നെയാണ് വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ആ UDYF-ന്റെ നേതൃത്വത്തിൽ, UDYF ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് എത്തി ഒരു തരത്തിൽ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ അതിനൊന്നും വഴങ്ങുന്നില്ല. അറസ്റ്റ് വരിക്കാൻ പോലും വൈകുന്നില്ല. പോലീസിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള ക്രമീകരണങ്ങളില്ല. പോലീസ് ജീപ്പുകൾ മാത്രമാണ് നിലവിലുള്ളത്. വലിയ പോലീസ് വാഹനങ്ങളോ മറ്റൊന്നുമില്ല. അടുത്തുള്ള സ്റ്റേഷനുകളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ ഫോഴ്സിനെ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അടിയന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ പ്രതിഷേധം കടക്കുകയും ഒപ്പം തന്നെ CPM-ന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പക്ഷേ പോലീസിന്റെ നിയന്ത്രണങ്ങൾ വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇപ്പോഴും അതായത് 100ഓളം വരുന്ന പ്രവർത്തകർ ചവറ MLA സുജിത് വിജയൻപിള്ളയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ആ പ്രവർത്തകരോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുകയാണ്.